ഹലോ. അതെ, നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ വാക്കുകളായിട്ട് മാറുന്നത്, വേർഡ്സ് ആയിട്ട് മാറുന്നത്. ഈ വേർഡ്സ് പിന്നീട് എന്തായിരിക്കും? നമ്മളുടെ ആക്ഷൻസ് ആയിട്ട് മാറും, പ്രവൃത്തികളായിട്ട് മാറും. പ്രവൃത്തി പിന്നീട് ഹാബിറ്റ്സ് ആയിട്ട് മാറും. ഹാബിറ്റ്സ് ആണ് പിന്നീട് നമ്മളുടെ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത്, നമ്മളുടെ വിധിയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഭയങ്കര ഫിലോസഫിയൊക്കെ പറയണമെന്ന് തോന്നും. അങ്ങനെ ഫിലോസഫി ആയിട്ടൊന്നും വിചാരിക്കേണ്ട. ചെറിയൊരു തോട്ട് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് അതിന് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ പങ്കില്ലാതെ നമുക്കൊരിക്കലും ജയിക്കാനും പറ്റില്ല, നമ്മളുടെ പങ്കില്ലാതെ നമുക്കൊരിക്കലും തോൽക്കാനും പറ്റില്ല. എല്ലാം നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ത് ജയവും തോൽവിയും ഒക്കെ അതിന് നമ്മൾ ആരെയും പഴിചാരിയിട്ട് കാര്യമില്ല. നമ്മളുടെ മാതാപിതാക്കളെയോ പാർട്ട്നേഴ്സിനെയോ മക്കളെയോ ആര് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഴിചാരിയിട്ടൊരു കാര്യമില്ല. നമ്മളുടെ വിജയത്തിനും പരാജയത്തിനും ഒക്കെ നമ്മളുടെ ചിന്തകൾക്ക് സ്ഥാനമുണ്ട്. ഈ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറയും അമിതമായിട്ട് ചിന്തിക്കരുത്. അമിതമായിട്ട് ചിന്തിക്കരുതെന്ന് പറയുന്ന കാര്യം എന്തിട്ടാണെന്നറിയോ? നെഗറ്റീവ്സാണ് ചിന്തിക്കരുതെന്ന് പറയുന്നത്. നമുക്കൊരു ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മാത്രമാണ്. ഒരു പ്ലാനിങ് ഇല്ലാതെ നമുക്കൊരു വീട് പണി നടക്കും. ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു കുട്ടി ഡോക്ടറാവോ? ഒരു കുട്ടിയെ സ്കൂളിലേക്ക് മാതാപിതാക്കൾ അയക്കുന്നത് തന്നെ എന്താണ്? അത് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്യണത് തന്നെ. ഇന്ന സ്കൂളിൽ ചേർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ വളർച്ച കുറച്ചും കൂടിയും നന്നായിരിക്കും. അതുപോലെ തന്നെ മറ്റു കുട്ടികൾ കുറച്ചും കൂടി കഴിവുള്ള കുട്ടികളും കഴിവുള്ള ടീച്ചേഴ്സുള്ള സ്കൂളിലായിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക, മറ്റു കുട്ടികളായിട്ട് സഹകരിച്ച് നമ്മളുടെ കുട്ടിയും ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രീതിയിൽ എത്തുന്നു വിചാരിക്കുന്ന ചേർത്തുന്ന സ്കൂളുകളുണ്ടായിരിക്കാം. അതുമല്ല, ചില പേരൻസ് ചിന്തിക്കും എൻ്റെ കുട്ടി സാധാരണക്കാരായിട്ടുള്ള കുട്ടികളായിട്ട് കളിച്ച് വളരട്ടെ, എന്നിട്ട് അവൻ്റെ കഴിവ് തെളിയിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പേരൻസ് ഉണ്ടാവും. അപ്പം എന്ത് തന്നെ ആയാലും അത് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ് നമ്മളൊരു കുട്ടീനെ സ്കൂളിൽ ജോയിൻ ചെയ്യിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഒരു വീട് പണിയുന്നത് ഇന്ന് വിചാരിച്ച് ഇന്ന് തന്നെ വീട് പണിയാൻ പറ്റുമോ? നിരന്തരമായിട്ട് നമ്മൾ ചിന്തിക്കും. നമുക്ക് ഇത്ര ബഡ്ജറ്റിൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലെത്തും. അതിനനുസരിച്ച് നമ്മൾ മണി സേവ് ചെയ്യും. പിന്നെ അതുകൂടാണ്ട് വീടിന് എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. തറ വരെ ഇങ്ങനെ, ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ടൈലിടണോ, അങ്ങനെ ഒരുപാട്. അത് കുറേ പറയണല്ലോ വീട് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിക്ക് പോവും. ഏകദേശം നിങ്ങൾക്ക് ആ കാര്യം പിടുത്തം കിട്ടിയില്ലേ? പിന്നെ അടുത്ത എക്സാമ്പിൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ചിന്തിച്ചിട്ടാണ് പിന്നീട് ഒരു ഡോക്ടർ ആവുന്നതും എൻജിനീയർ ആവുന്നതും കളക്ടർ ആവുന്നതും. എന്ത് തന്നെയായാലും ആ കുട്ടിയുടെ ചിന്തയിൽ നിന്നാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ കുട്ടിക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ? 10th കഴിയുമ്പോൾ സയൻസ് എടുത്ത് അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതി, അങ്ങനെ എന്ത് തന്നെയായാലും സ്റ്റെപ്പായിട്ട് ആ ചിന്തകൾ വന്നതിന് ശേഷമാണ് ആ കുട്ടി ഡോക്ടർ ആവണോ, എൻജിനീയർ ആവണോ, ടീച്ചർ ആവണോ, അഡ്വക്കറ്റ് ആവണോ, എന്ത് ആയിക്കോട്ടെ, സാധാരണക്കാരാവണോ, CA എടുക്കണോ, ഒരു കുട്ടി പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചാണ്. അല്ലാതെ ചിന്തകൾക്ക് നമ്മൾ ഒരിക്കലും ചിന്തകളെ കുറ്റം പറയരുത്. എൻ്റെ വീഡിയോസിൽ നിരന്തരം ഇനി പോസിറ്റീവ് ചിന്ത എന്ന് പറയും. അതുപോലെ തന്നെ ഈ വക കാര്യങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ട്. അപ്പോൾ ഇതെന്താ വിചാരിക്കും, ഇതെന്താ ഈ ചിന്തനെക്കുറിച്ച് ഇത്രയും പറയുന്നത്? ചിന്തകൾക്ക് അത്രയും സ്ഥാനമുണ്ട്, മനസ്സിലാവണം. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് നമ്മൾ പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് തന്നെ ആയിരിക്കും. നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ അത് സുഖമായിരിക്കാം, ദുഃഖമായിരിക്കാം. എല്ലാം നമ്മൾ കുറച്ച് നാൾ ചിന്തിച്ചതിൻ്റെ ഫലമാണ്. സത്യമാണ് പറയുന്നത്. നമ്മളുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടില്ലേ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം എന്നുള്ളത്. നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തും, എന്നിട്ട് നേടിയെടുക്കും ചില കാര്യങ്ങൾ. വരുന്നോട് വെച്ച് കാണാമെന്ന് പറഞ്ഞ് നടക്കുന്നതാണോ, പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ, കമൻറ്റ് ചെയ്യൂ നിങ്ങൾ. ചിലർ പറയും അത് ദൈവം വെച്ചതുപോലെ വരട്ടെ, പടച്ചവൻ വെച്ചത് വരട്ടെ, ഇതെൻ്റെ തലയിലെഴുത്താണ്. അങ്ങനെയൊന്നല്ല. ഈ സംഭവങ്ങൾ നമ്മൾ ഇപ്പോൾ ആ തലയിലെഴുത്തിൽ വെച്ച സംഭവങ്ങൾ നമുക്ക് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്. നമുക്കതൊരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നമുക്ക് വിധി മാത്രമല്ല, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് കാര്യം എടുത്തു നോക്കിക്കോ, അതെല്ലാം നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. ഈ ചിന്ത, അതിനിടയ്ക്ക് ആ തോട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ചിന്ത വന്ന് അത് പിന്നീട് എന്തായി, വാക്കായിട്ട് മാറി, പിന്നെ വാക്ക്
പ്രവൃത്തിയായിട്ട് മാറി. ആ പ്രവൃത്തിയിലും നമുക്ക് വന്നിട്ടുണ്ട്, പ്രവൃത്തി ശീലമായിട്ട് മാറി. അപ്പം നമുക്ക് എന്ത് സാഹചര്യത്തിനും ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങളും നമ്മളുടെ ആ പ്രവൃത്തിയിൽ വരുന്നുണ്ട്. അത് എന്തു ആയിക്കോട്ടെ, ഏറ്റവും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മളുടെ വീടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, അതൊക്കെ നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. നമ്മൾ ഒരാൾ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കാം. എക്സാമ്പിളായിട്ട് ഒരാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞ അയാൾ പോയി. പക്ഷേ നമ്മൾ പിന്നീട് എന്താണ് ചിന്തിക്കുന്നത്? എന്തിനായിരിക്കും എന്നാലും എന്നോട് ആ കാര്യം പറഞ്ഞത്? ഞാൻ അത്രയും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇത്ര നന്നായിട്ട് പ്രവർത്തിച്ചിട്ടും എന്തിനാണ് എന്നെ ഈ കുറ്റം പറയുന്നത് എന്നൊക്കെയുള്ള അതായത് 1000 ചിന്തകളായിരിക്കും. നമ്മളുടെ ആ ഒരു ദിവസം പോവും, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോവും, പിന്നെ ഇയാൾ കാണുമ്പോഴൊക്കെ നമുക്ക് പോവും. ആ ചീത്ത പറഞ്ഞ ആളെ പിന്നീട് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് വന്നിരിക്കും. പുറത്ത് കാണിച്ചില്ലെങ്കിലും നമ്മളുടെ മര്യാദപൂർവ്വം നമ്മൾ പുറത്ത് കാണിക്കില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ അന്ന് ആ ചീത്ത പറഞ്ഞ കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിച്ച് അന്നത്തെ ദിവസം പോവും. നമ്മളോട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, പണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, മുമ്പ് നല്ല ഇതിൽ നിൻ്റെ എവിടെ പോയി, നിൻ്റെ ആ ഒരു എനർജിയൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സാഹചര്യങ്ങളല്ലേ. ഈ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായത്? നമ്മൾ തന്നെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് സാഹചര്യങ്ങൾ വരുന്നത്. ഒരാളുടെ ഇത് വീഡിയോ ലെങ്ത് കൂടുമോയെന്ന് അറിയില്ല, ബുദ്ധിമുട്ടാവുമെന്ന് അറിയില്ല, ഇതിങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അപ്പം ചുരുക്കി പറയാം. അടുത്തടുത്ത വീഡിയോയിലായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ ആ വീടിനെ കുറിച്ചുള്ള സകല പ്ലാനിങ് ഉണ്ടായിരിക്കുക. നമുക്ക് പിന്നീട് നമ്മളുടെ ഡെസ്റ്റിനിയായിട്ട് മാറേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും വേണ്ടി പഠിക്കുകയല്ല, ഇന്നതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. അതിനു വേണ്ടി നമ്മൾ ആക്ഷൻസ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ ചേർത്തുമ്പോഴായാലും ജോലിയുടെ കാര്യത്തിലായാലും, ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മളുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ടേ, ഇന്ന് പോണ്ടേ, എന്ത് കഷ്ടമാണ്, ബോസിൻ്റെ ഇന്ന് ചീത്ത കേൾക്കും, അങ്ങനെയുള്ള കാര്യത്തിനല്ല, അതിൻ്റെ നേരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ പിന്നെ ചീത്ത കേൾക്കാനും ദുരിതവും തന്നെയായിരിക്കും ആ ജോലി. പകരം നമ്മൾ എന്ത് ചെയ്യുക? നല്ല കാര്യം മാത്രം ചിന്തിച്ച്, ഈ ജോലി ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് ആ ജോലിക്ക് ഇറങ്ങാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ വിധി എന്തായിരിക്കും? പോസിറ്റീവ് റിസൾട്ട് തന്നെയായിരിക്കും. നിങ്ങൾ മുമ്പ് ചിന്തിച്ചത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യമാണ് പിന്നീട് ഇനി സംഭവിക്കുക. അപ്പോൾ ഇപ്പം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ പോലും ചെയ്യുന്നത് ഞാൻ മുമ്പ് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായി? അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ള വീഡിയോ അല്ല. പല ടൈമിൽ ചിന്തിച്ചിട്ടാണ് നിങ്ങളിലേക്ക് ഞാനൊരു വീഡിയോ രൂപേണ എത്തിക്കാൻ പറ്റിയതും എനിക്കൊരു ലൈഫ് കോച്ചായിട്ട് മാറാൻ പറ്റുന്നതും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ചിന്തകൾക്ക് അത്രയും പവറുണ്ട്. അപ്പോൾ നമ്മളുടെ വിജയത്തിനും പരാജയത്തിനും നമ്മൾ തന്നെ കാരണക്കാരൻ. അപ്പോൾ നമ്മൾ എന്താവണം? വിജയിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും അടുത്ത കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ തിരുത്തുന്നതായിരിക്കും. ഞാൻ വളരെ ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.